നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശീല, നമ്പർ 1 കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും ആരോഗ്യ വകുപ്പും ആകെ തകരാറിലാണ് എന്നുള്ളത് ഓരോ മലയാളിക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഓരോ ദിവസവും ഓരോ വാർത്തകൾ പുറത്തു വരുമ്പോൾ മലയാളികളെല്ലാം ആശങ്കയിൽ തന്നെയാണ്, ഈ നാട് എങ്ങോട്ടാണ്. അപ്പൊ ഇന്നിപ്പോ അറിയുന്ന വാർത്ത എന്താണ്? കൊടിസുനിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ അടുത്ത നാളിലാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായ കുറെ വിഷയങ്ങൾ. കാരണം ആ ജയിൽ ചാട്ടം അയാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നതല്ലെന്നും പുറത്തുനിന്നും അകത്തുനിന്നും അയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ടാകും എന്നുള്ള ആരോപണങ്ങളെല്ലാം ശക്തമാണ്. അപ്പോൾ ഈ CPM-ന്റെ രാഷ്ട്രീയ തടവുകാരൻ എന്ന് തന്നെ പറയാവുന്ന കൊടിസുനി പരോളിന്റെ ചട്ടലംഘനം നടത്തിയതിന് വീണ്ടും അയാളെ പരോൾ ക്യാൻസൽ ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനോടൊപ്പം പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പോലീസുകാർ തന്നെ മദ്യം നൽകി എന്നാണ്. കൊടിസുനിക്ക് പരോളിലുള്ള മറ്റൊരു പ്രതിയോടൊപ്പം ഇരുന്ന് മദ്യം കഴിക്കാനുള്ള സൗകര്യം പോലീസുകാർ ഒരുക്കി കൊടുത്തു എന്ന് CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കേരളത്തിലെ ജയിലുകൾ ഇത് എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത്. കേരളത്തിലെ ജയിലുകൾ വലിയ സുരക്ഷിത കേന്ദ്രങ്ങളാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ മറ്റാർക്കും ഇത് വലിയ സുരക്ഷിത കേന്ദ്രങ്ങളാവില്ല. നമ്മൾ സാധാരണഗതിയിൽ ഒരാളെ ജയിലിലടയ്ക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കുക എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിലെത്തുന്ന CPM-ന്റെ തടവിലാക്കപ്പെടുന്ന CPM-ന്റെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൊലയാളികൾക്കടക്കം വലിയ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം നേടിയതാണ്. കൊടിസുനിയുടെയും മറ്റും TP വധക്കേസ് പ്രതികളുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് പരോൾ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വിവാദ വിഷയങ്ങളായതാണ്. കിരീടം വെക്കാത്ത രാജാക്കന്മാരും റാണിമാരുമായാണ് പല പ്രതികളും ജയിലിൽ കഴിയുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവർ വധക്കേസിലെ ഷെറിന്റെ കാര്യം നമ്മൾ കണ്ടതാണ്. 14 വർഷം പൂർത്തിയാകുന്ന ഉടൻ തന്നെ അവരെ പുറത്താക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടുത്തെ ഭരണ നേതൃത്വം ചെയ്തു എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം ഗവർണർ റിജക്ട് ചെയ്ത ഫയൽ വീണ്ടും ഗവർണറുടെ മുന്നിലേക്ക് എത്തിച്ചു. ഏതാണ്ട് 1 വർഷത്തിലേറെ പരോൾ ലഭിച്ച പ്രതി കൂടിയായിരുന്നു അവർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ 14 വർഷം പോലും തടവ് അനുഭവിച്ചിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജയിലുകളിൽ സ്വാധീനമുള്ളവർക്ക് വലിയ രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മളത് കാണുന്നുണ്ട്. അതിന്റെ തുടർച്ചയായ എന്നോണമാണ് അടുത്ത കാലത്ത് ഗോവിന്ദചാമി ജയിൽ ചാടുന്ന കാര്യമുണ്ടായത്. ഗോവിന്ദചാമി ജയിൽ ചാടി ഉടൻ പിടിച്ചെങ്കിലും എങ്ങനെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത്, ആരാണ് സഹായം ചെയ്തു കൊടുത്തത്, ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഗോവിന്ദചാമി തനിയാണ് ചാടിയതെന്ന് പറയുമ്പോഴും അതിനുള്ള സാഹചര്യം ഗോവിന്ദചാമിക്കില്ല, അല്ലെങ്കിൽ ശാരീരിക അവസ്ഥ ഇല്ല എന്നുള്ളത് നമ്മളെ ഏവരും ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ആരാണെന്നോ ഏതാണെന്നോ അന്വേഷണ കമ്മീഷനൊക്കെ വെച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു. പല ജയിലുകളിലും ഇങ്ങനെ തന്നെയാണ്. ജയിലുകളിലേക്ക് നേരത്തെ കൊടിസുനിയുടെ അടക്കമുള്ള കാര്യത്തിൽ എത്ര ജയിൽ മാറ്റമാണ് ഉണ്ടായത്. പലപ്പോഴും ജയിലുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുന്നു. ഏതെങ്കിലും ജയിൽ സുരക്ഷിതമാണ് എന്ന് പറയാൻ കഴിയുമോ? സാധാരണ പ്രതികൾക്ക്, അല്ലാത്തവർക്ക് സുരക്ഷിത കേന്ദ്രങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, കിരീടം വെക്കാത്ത രാജാക്കന്മാരായി കൊടിസുനിമാരും അത്തരത്തിലുള്ള ആൾക്കാരും വാഴുന്ന സ്ഥലമാണ് ജയിൽ. അവിടെ ഇരുന്നുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. കൊടിസുനി അടക്കമുള്ളവരുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. അപ്പോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വലിയ പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഗുണ്ടകളുടെ ഇത്രയധികം വിളയാട്ടം ഉണ്ടായ ഒരു സമയം കേരളത്തിൽ CPM അധികാരത്തിൽ വരുമ്പോഴാണ് ഇത്രയധികം ഗുണ്ടകളുടെ വിളയാട്ടം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കേരളത്തിലെ ജയിലുകളിൽ സുരക്ഷ ഒരുക്കേണ്ടതിന് പകരം, അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ പ്രതികളോടൊപ്പം മറ്റു പ്രതികളെ അവിടെ കൊണ്ടുവന്ന് അവിടെ ട്രീറ്റ് ചെയ്യേണ്ടതിന് പകരം അവർക്ക് വലിയ സൗകര്യങ്ങൾ നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവർ ചെയ്ത കുറ്റം പ്രതികൾക്ക് മദ്യം 2ആണോ 3ആണോ എനിക്കൊരു ക്ലാരിറ്റി കുറവുണ്ട് അതിൽ. പക്ഷേ പ്രതികൾക്ക് മദ്യം വാങ്ങിക്കൊടുത്തു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ കൊടിസുനിക്കും മറ്റുള്ളവർക്കും ഒക്കെ ഇത്തരത്തിൽ കിട്ടുന്ന സൗകര്യങ്ങൾ കണ്ടതുകൊണ്ട് തന്നെയാണ് ജയിലുകളിൽ ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട VVIP ആയി വാഴുന്നുണ്ട്. ഇവർ മറ്റാരുടെയോ സർക്കാരിന്റെ സംരക്ഷണത്തിലാണ് എന്ന ധൈര്യത്തിന്റെ പുറത്തായിരിക്കുമല്ലോ പോലീസുകാരൻ മദ്യം വാങ്ങിക്കൊടുക്കുക. അപ്പൊ പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ എങ്ങനെയൊക്കെയോ വിവരം പുറത്തു വന്നപ്പോ ഒരു സസ്പെൻഷനിലൊക്കെ ഒതുക്കി തിരിച്ചു കയറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കേരളത്തിലെ ഒരു ജയിലുകൾ കഴിയുന്ന പ്രതികൾക്ക് ഇത്രയധികം സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഏറ്റവും വലിയ കൃത്യവിലോപമല്ലേ? കോടതിയിലേക്ക് കൊണ്ടുപോയ 2 പ്രതികൾക്ക് മദ്യം വാങ്ങിക്കൊടുത്തു എങ്കിൽ, ആ പ്രതികൾക്ക് മദ്യം വാങ്ങിക്കൊടുത്തുകൊണ്ട് അവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയെങ്കിൽ അത് പോലീസുകാരുടെ ഒത്താശയോട് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ സസ്പെൻഷൻ അല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ അവരെ പുറത്താക്കുകയാണ് വേണ്ടത്. അവരെ ഡിസ്മിസ് ചെയ്ത് ഈ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടുകയാണ് വേണ്ടത്. കാരണം അത്രയധികം കൃത്യവിലോപം ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ഇതിലൊരു സസ്പെൻഷൻ ഒരുക്കി അല്ലെങ്കിൽ സസ്പെൻഷൻ മാത്രം ഒതുക്കിക്കൊണ്ട് തിരിച്ചെടുക്കാനുള്ള നീക്കം നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. പക്ഷേ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരം പണിഷ്മെന്റുകൾ കൊടുത്തത് കൊണ്ട് ഒരു കാര്യവുമില്ല. അടുത്ത കാലത്ത് ഷെറിനെ സംബന്ധിച്ച് എത്ര വാർത്തകളാണ് വന്നത്? ഷെറിൻ ജയിലിനുള്ളിൽ വലിയ പ്രശ്നങ്ങളും പ്രകമ്പനങ്ങളും ഉണ്ടാക്കി, ജയിൽ മാറ്റം ഉണ്ടാക്കി, ഇനി അഥവാ പുറത്തുവിടാനുള്ള ഫയൽ നീങ്ങുമ്പോൾ പോലും അവിടെ അടി ഉണ്ടാക്കിയ ഒരാളാണ്.
ഈ ജയിലുകൾ സാധാരണഗതിയിൽ കറക്ഷൻ ഹോമുകളാണ് എന്നാണ്. അതായത് ഈ നമ്മുടെ തെറ്റുകൾ കറക്റ്റ് ചെയ്ത് നല്ല മനുഷ്യരായി പുറത്തുവിടാനുള്ള സൗകര്യം ഒരുക്കുക. ഒരാൾ തെറ്റ് ചെയ്താൽ അവരെ നല്ല വഴിക്ക് നയിക്കുക, ആ തെറ്റുകൾ മനസ്സിലാക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണല്ലോ ജയിലുകൾ ചെയ്യേണ്ടത്. എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ ജയിലുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. കറക്ഷണൽ ഹോമുകൾ എന്നുള്ളതിൽ നിന്ന് ഇപ്പോ കറപ്ഷൻ ഹോമുകളായി മാറിക്കൊണ്ടിരിക്കുന്നു ജയിലുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ആഭ്യന്തര വകുപ്പിന്റെ വമ്പൻ പരാജയം ഉണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ ഗോവിന്ദച്ചാമി പുറത്തു പോയപ്പോ ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. ഗോവിന്ദച്ചാമിയെ പോലൊരു ക്രിമിനൽ പുറത്തു പോയാൽ ഉണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാമല്ലോ. ഏതായാലും ജയിലുകളിൽ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവും CPM ഗുണ്ടകൾക്കും തടവുകാർക്കുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPM കാരനായാൽ ഏതു തരത്തിലുള്ള തോന്നിവാസവും ജയിലുകളിൽ കാണിക്കാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊരു സംശയം ചോദിച്ചോട്ടെ. സാധാരണഗതിയിൽ ഇപ്പോ ഈ കൊടിസുനിയെ പോലെയുള്ള CPM തടവുകാർക്ക് ഒരു തരത്തിലും ജയിലിലുള്ള നിയന്ത്രണങ്ങളൊന്നും ഇപ്പൊ ഷെറിന് അവിടെ ഒരുപാട് ഇളവുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഇവരെയൊന്നും ഈ ജയിലിലെ നിയമങ്ങളൊന്നും പൊതുവെ ബാധിക്കാറില്ല എന്നാണ് നമുക്കറിയാവുന്നത്. അപ്പോ ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തോടെ ഈ ജയിൽ വകുപ്പും ആഭ്യന്തര വകുപ്പും എല്ലാം ഒരു പ്രതിസന്ധിയിലാണ്. കാരണം ഇവിടെ എന്തും നടക്കും എന്നുള്ള ഒരു ഇമേജ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ഞങ്ങൾക്ക് കൊടിസുനിയൊന്നും ഒരു വിഷയമല്ല, അവരിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ നടപടി എടുക്കും, പോലീസുകാർക്കെതിരെ ഇപ്പൊ സസ്പെൻഷൻ നടപടി വന്നതാണ്. ശരിക്കും ആ പോലീസുകാർ ഇരകളാണോ എന്ന് ഒന്ന് സംശയിക്കേണ്ടിയില്ലേ? പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസുകാരാണെങ്കിലും കേരളത്തിലെ പോലീസിംഗ് സംവിധാനത്തെ കുറിച്ച് എനിക്ക് ഒരു പരാതിയുമില്ല. പക്ഷെ പോലീസുകാർ പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ അജ്ഞാനവർത്തികളായി മാറുന്നു എന്നുള്ളത് വലിയ പരാതി തന്നെയാണ്. പലപ്പോഴും CPMന്റെ ഏതെങ്കിലും തുക്കട നേതാക്കന്മാർ വിളിച്ചു പറയുന്ന കാര്യങ്ങളായിരിക്കും ഈ പോലീസുകാരും മറ്റും നടപ്പിലാക്കുക. അപ്പോ അതിൽ നിന്ന് പോലീസുകാർ അന്തസ് പാലിക്കണം എന്നുള്ളതാണ്. അവരിടുന്ന യൂണിഫോമിനോട് അവർ മര്യാദ പുലർത്തണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അവിടെ മറ്റു രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഒന്നും കാര്യമാക്കേണ്ടതില്ല. ഇപ്പോ അങ്ങനെ ചിലർ ഭീഷണിപ്പെടുത്തിയപ്പോ ഭീഷണിക്ക് വഴങ്ങാത്ത പോലീസുകാരുണ്ട്. ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ SI-മാർക്കൊക്കെ ഉണ്ട്. നമുക്കറിയാം അമൃതരംഗൻ അങ്ങനത്തെ ഒരു SI ഒക്കെ നമ്മൾ കണ്ടതാണ്. സക്കീർ ഹുസൈൻ ഒക്കെ ഭീഷണിപ്പെടുത്തിയപ്പോ പോയി പണി നോക്കാൻ പറഞ്ഞ SI-മാരൊക്കെ ഉണ്ട്. അപ്പോ അത്തരം പോലീസുകാരുടെ പണിയെടുക്കുക, പോലീസുകാർ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ അടിയാളാവാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അത്തരത്തിൽ കാര്യങ്ങൾ നീക്കിയാൽ തീർച്ചയായും ക്രൈം കുറയും എന്നാണ് എന്റെ ഒരു പക്ഷം. ഇവിടെ രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയ നേതൃത്വങ്ങളും നൽകുന്ന അല്ലെങ്കിൽ അത്തരക്കാർക്ക് നൽകുന്ന അമിത പ്രാധാന്യം, ആ അമിത പ്രാധാന്യം കൊണ്ട് അത്തരത്തിലുള്ള പ്രതികൾ എത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന അമിത പ്രാധാന്യം, അതിന് പോലീസുകാരെ കരുക്കളാക്കുന്ന രീതി അങ്ങ് മാറ്റിവെക്കണം. ഇപ്പോ പോലീസുകാർ അത്യന്തരം ഇപ്പൊ എന്താ നമുക്ക് മനസ്സിലായിരിക്കുന്ന 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ കോടതിയിലൊക്കെ പോയാൽ ഇവരെ തീർച്ചയായിട്ടും ഇത് കോടതിയിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇവരെ ജോലിയിൽ നിന്ന് പോലും പിരിച്ചുവിടാവുന്ന ക്രൈമാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരു ക്രിമിനലുകളെ അതും കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ മദ്യം വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവരുടെ മനസ്സറിവില്ലാതെ നടക്കില്ല. പ്രഥമ ദൃഷ്ട്യാ തന്നെ അതിൽ തെളിവുകൾ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമാകുന്നു. അപ്പൊ അങ്ങനെയുള്ളപ്പോ എങ്ങനെയാണ് ഈ പോലീസുകാർ അവരവരുടെ പണിയെടുക്കാതെ അവരവരുടെ ജീവിതം മറ്റു രാഷ്ട്രീയക്കാർക്ക് വേണ്ടി നശിപ്പിക്കണോ, താൻ ഇട്ടേക്കുന്ന യൂണിഫോമിനോട് നീതി പാലിക്കണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ജയിലിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഒരു പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് അതിനുള്ള ഒരു ശ്രമവുമാകാം. അല്ലെങ്കിൽ കൊടിസുനിയെ പോലുള്ളവർക്കൊക്കെ മദ്യം വാങ്ങിച്ചു കൊടുക്കുന്ന ഇന്നും ഇന്നലെയും ആയിരിക്കില്ല. നമുക്കറിയാം ഷെറിന് ബിരിയാണി വരെ, ഷെറിന് ഇഷ്ടമുള്ള ആഹാരം അവിടെ നിന്ന് വാങ്ങിക്കൊടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ആരും അറിയാതെ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ആണോ എന്ന് പോലും നമുക്ക് സംശയവും തോന്നാം. പക്ഷെ അവിടെയും ആരാണ് പ്രശ്നത്തിലാവുന്നത്, ആരാണ് ഇരകളാക്കപ്പെടുന്നത്? യഥാർത്ഥത്തിൽ പോലീസുകാരാണ്. അവിടെയാണ് പോലീസുകാർ അവരുടെ പണിയെടുക്കുക, രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ അടിയാളാവാതിരിക്കുക എന്നുള്ള നിലയിലേക്ക് മാറേണ്ടതിന്റെ ആവശ്യകത. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, രാഷ്ട്രീയക്കാർക്ക് അവരുടെ ആജ്ഞാനുവർത്തികളായില്ല എങ്കിൽ ഓണം കേറാ മൂലയിലേക്കും മറ്റും ട്രാൻസ്ഫർ അടിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള ഒരു നടപടികൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ പോലീസുകാർ ഭയപ്പെടുന്ന ഒരു കാര്യം തന്നെയല്ലേ? തീർച്ചയായും എല്ലാ സ്ഥലത്തും അതുണ്ട്. അതിനെ അതിജീവിച്ചുകൊണ്ടല്ലേ സത്യസന്ധരായ ഓഫീസേഴ്സ് ജോലി ചെയ്യുന്നത്. രാജീവ് നാരായണ സ്വാമിയെ കുറിച്ച് നമുക്കറിയില്ലേ? രാജീവ് നാരായണ സ്വാമി എന്തുമാത്രം ഒരു സത്യസന്ധനായിരിക്കാൻ, അയാളുടെ ജോലിയിൽ അയാൾ സത്യസന്ധനായിരിക്കാൻ എത്രമാത്രം ട്രാൻസ്ഫർ വാങ്ങിച്ച ഒരാളാണ്. അതുപോലെ എല്ലാവരും അങ്ങനെ, എല്ലാ ഉദ്യോഗസ്ഥരും ഈ ഇത്തരം നേതൃത്വങ്ങൾക്ക് കീഴടങ്ങാതിരുന്നാൽ ആരെ ട്രാൻസ്ഫർ ചെയ്യും? ഇവിടെ സംഭവിക്കുന്നത് കുറച്ചുപേർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അല്ല, ഇപ്പൊ നമ്മുടെ കൺമുന്നിലുള്ള N പ്രശാന്ത് IAS, അദ്ദേഹത്തിന്റെ അവസ്ഥ നോക്കൂ. എത്ര മാസമായി അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള നീതി നമ്മുടെ സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ടോ? N പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം N പ്രശാന്തിന് പേടിക്കേണ്ട കാര്യമില്ല. ഒന്ന്, N പ്രശാന്ത് ഒരു അഭിഭാഷകൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ N പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല.
പലപ്പോഴും പോലീസിലെത്തുന്നവർക്ക് ആ പോലീസ് പണി, അവരുടെ വീട്, കുടുംബം എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് അവർ അകപ്പെട്ടു പോകുന്നതെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാ ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി അവർ പ്രതിരോധിക്കാൻ തുടങ്ങിയാൽ ഒരു രാഷ്ട്രീയക്കാരനും നിലനിൽപ്പില്ലാത്ത സ്ഥിതി വരും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. എപ്പോഴും രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ നിൽക്കുന്നവർക്ക് വലിയ പ്രതിസന്ധി എല്ലായിടത്തും ഉണ്ടാകും. നമ്മളിപ്പോ ഏത് എസ്റ്റാബ്ലിഷ്മെന്റിലാണെങ്കിലും, ഇപ്പൊ ഒരു സ്ഥാപനത്തിനെതിരെയാണെങ്കിലും, ഏത് എസ്റ്റാബ്ലിഷ്മെന്റിലാണെങ്കിലും അതിൽ അവരോടൊപ്പം നിൽക്കാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തോന്നിവാസം കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വെട്ടിപ്പം തട്ടിപ്പം കാണിക്കുമ്പോൾ അവരോടൊപ്പം നിൽക്കാത്തവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയാണ്. പത്രപ്രവർത്തകരായിരുന്നാലും നമുക്കിപ്പോ മറ്റു കാര്യങ്ങളൊന്നും ഇടപെടാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയും. ചിലപ്പോ ചില വാർത്തകളുടെ കാര്യത്തിലൊക്കെ എന്റെ അടുത്ത് ഞാനൊരു വാർത്ത ചെയ്ത സമയത്ത് ആ വാർത്ത പിൻവലിക്കാൻ സമ്മർദ്ദമുണ്ടായപ്പോ എന്നോട് എന്റെ എഡിറ്റർ പറഞ്ഞതാണ്, ഒരു ക്വാറിക്കാരനാണ്, ഒരു രാഷ്ട്രീയ നേതാവിന്റെ ബന്ധുവായ ക്വാറിക്കാരനെയാണ്. എന്റെ എഡിറ്റർ എന്നോട് അയാളോട് സംസാരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വാർത്ത ചെയ്തു, വാർത്തയിൽ തെറ്റില്ല, ഇനി സ്ഥാപനം നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻവലിക്കാം, അതിൽ എന്നെ സംസാരിക്കാൻ അനുവദിക്കേണ്ട കാര്യമില്ല, എനിക്ക് സംസാരിക്കാനില്ല എന്ന് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞ ഒരാളാണ്. നിങ്ങൾക്ക് എന്താണ്, കാരണം നിങ്ങളുടെ സ്ഥാപനമായതുകൊണ്ട് എനിക്ക് അതിൽ വോയിസ് ഇല്ല. നിങ്ങൾക്ക് വാർത്ത ഏറിയുകയോ ഏറിയാതിരിക്കുകയോ ചെയ്തിരുന്നു. മൂന്നാമത്തെ ബുള്ളറ്റിൽ അത് പിൻവലിക്കുകയും ചെയ്തു. പക്ഷെ എന്നെ കൊണ്ട് സംസാരിപ്പിക്കേണ്ട, ഞാനത് സംസാരിക്കാൻ ആളല്ല, വാർത്ത ശരിയാണ് എന്ന് ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അത്രയുമേ ആ ഘട്ടത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോ എന്റെ സ്ഥാപനമല്ലാത്തതുകൊണ്ട്. നേരെ മറിച്ച് അതിനുശേഷം ഞാൻ സ്വന്തമായ ഒരു സ്ഥാപനത്തിലേക്ക് വന്നപ്പോൾ അവിടെയൊക്കെ പണം ഓഫർ ചെയ്തും ചില വാർത്തകൾ പിൻവലിക്കാനും ഒക്കെ സമ്മർദ്ദം ഉണ്ടായപ്പോൾ വളരെ കൃത്യമായി തന്നെ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പണം തന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലോ എന്നെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് പണം ഉണ്ടായിട്ടോ എന്റെ സ്ഥാപനത്തിൽ വലിയ കാശുണ്ടായിട്ടോ ഒന്നുമല്ല, അത് എന്റെ നിലപാടാണ്. അപ്പൊ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത കാണിക്കുന്നത് നമ്മൾ അത്തരം ചില സ്ഥലങ്ങളിലാണ്. ഇപ്പോ നമുക്കറിയാം, സെബാസ്റ്റ്യൻ പോളിന്റെ സിസ്റ്റർ ഒരു ബീന, മൊത്തം പേര് ഞാൻ ഓർക്കുന്നില്ല, എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവർ നഗരസഭാ സെക്രട്ടറി ആയിരുന്നു. അവരിതുപോലെ നിരന്തരം ട്രാൻസ്ഫർ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അതായത് നേതൃത്വത്തിന്, ഏത് രാഷ്ട്രീയ നേതൃത്വമാണോ ആ നേതൃത്വത്തിന് എതിരായി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ചൊൽപ്പടിക്ക് നിന്നില്ല, അവർ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിരവധി തവണ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഒരാളാണ്. അങ്ങനത്തെ ചില ഉദ്യോഗസ്ഥരെ നാട്ടിലുണ്ടെന്ന്. സത്യസന്ധരായ ഉദ്യോഗസ്ഥർ നാട്ടിലുണ്ട്. ചെറിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകും, പല ഘട്ടങ്ങളിലും പ്രതിസന്ധി ഉണ്ടാകും. പക്ഷെ ആ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കഴുത്ത് ആർജിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇതൊന്നും ഒരു വിഷയമല്ല. പോലീസുകാരും അത്തരത്തിൽ ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് നീതി പാലിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ദുരവ്യാപകമായ ഫലങ്ങൾ പലപ്പോഴും ഇവർക്ക് ഉണ്ടാകേണ്ടി വരും. ഇതിനുള്ള മറുപടി പൊതുജനം തെരഞ്ഞെടുപ്പുകളിൽ കൊടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം. തീർച്ചയായും.